9:30 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം റവന്യൂസ് ദേവസ്വം വകുപ്പ് സെക്രട്ടറിയായ MG രാജമാണിക്യം സമീപന രേഖ അവതരിപ്പിക്കും എന്നതാണ്. തുടർന്ന് 12 മണി മുതൽ 3 വേദികളാണ്. തത്വമസി, ശ്രീരാമസാകേതം, ശബരി, ആ 3 വേദികളിലായി വിവിധ സെഷനുകളിൽ ചർച്ചകൾ നടക്കും. ഒന്ന് ശബരിമല മാസ്റ്റർ പ്ലാൻ, മറ്റൊന്ന് ആത്മീയ ടൂറിസം സർക്യൂട്ട്, ശബരിമലയിലെ ആൾക്കൂട്ടവും തിരക്ക് നിയന്ത്രണവും അതിൻ്റെ സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി ഉയർന്നു വരിക. ഏതായാലും അങ്ങനെ സമഗ്രമായ പരിപാടി നടക്കുന്നു. സംസ്ഥാനത്തെ വിവിധ മന്ത്രിമാർ, ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ മന്ത്രിമാർ, വിദേശത്തു നിന്നുള്ള പ്രതിനിധികളടക്കം 3500 പേരാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി പമ്പയിലേക്ക് എത്തിയിരിക്കുന്നത്. പമ്പാതീരം ആഗോള അയ്യപ്പ സംഗമത്തിന് വേദിയാകുമ്പോൾ കേരളം ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉയർന്നു വരുന്ന ചർച്ചകളുടെ പരിസമാപ്തി എങ്ങനെയാകുമെന്നറിയാനായിട്ട്. എന്നോടൊപ്പം ദ്രമൺ ചേരുകയാണ് ഇപ്പോൾ പമ്പയിൽ നിന്ന് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ദ്രമൺ, ഗുഡ് മോർണിംഗ്. തൊട്ടുപുറകിൽ പുലിവാഹനനായ അയ്യപ്പനെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശബരിമലയുടെ ഒരു ഭംഗിയൊക്കെ എടുത്തു പറയുന്ന മനോഹരമായ രൂപങ്ങളൊക്കെ കാണാൻ കഴിയുന്നു. ഏതായാലും നമ്മൾ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുമ്പോൾ കേരളം ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് അയ്യപ്പ സംഗമത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ അറിയാനായിട്ട്. രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞോ? പ്രതിനിധികൾ എത്തി തുടങ്ങിയോ? എന്താണ് ആദ്യ മിനിറ്റിൽ പറയാൻ കഴിയുന്ന വിവരങ്ങൾ? മനു, വെരി ഗുഡ് മോർണിംഗ്. പമ്പാതീരത്തെ പ്രധാനപ്പെട്ട ആദ്യ വേദിക്ക് മുന്നിലാണ് മനു സൂചിപ്പിച്ച പോലെ നമ്മൾ ഉള്ളത്. രജിസ്ട്രേഷൻ നടപടികൾ രാവിലെ 6 മണിക്ക് തന്നെ ആരംഭിച്ചു. അതിൻ്റെ ഒരുക്കങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞതുപോലെ കൃത്യ സമയത്ത് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട വേദിയാണ്. ആ പ്രധാന വേദിയുടെ മുൻഭാഗത്തെ ദൃശ്യങ്ങളാണ് ഈ നിമിഷം പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ കാണിക്കുന്നത്. ഇതിനകത്തേക്ക് ഈ പ്രധാന കവാടത്തിലാണ് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മുഖ്യ അജണ്ടയുടെ ചർച്ച നടക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് ഈ മുഖ്യ വേദിയിലാണ്. ഈ മുഖ്യവേദിയുടെ മുന്നിൽ തന്നെയാണ് രജിസ്ട്രേഷൻ കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നത്. രജിസ്ട്രേഷൻ കൗണ്ടറിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ രാവിലെ കൃത്യം 6 മണിക്ക് തന്നെ ആരംഭിച്ചു. ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പ്രതിനിധികൾ അകത്തേക്ക് കടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം കൃത്യം 9 മണിക്ക് തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഔദ്യോഗികമായ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പ്രതിനിധികൾ മുഴുവൻ അകത്തേക്ക് കടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യം 9 മണിക്ക് തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിക്കും. മറ്റ് മന്ത്രിമാരും ഒപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികളും ഒക്കെ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. സമാനമായ 2 വേദികൾ കൂടിയാണ് പമ്പാതീരത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ആ 2 വേദിയിലും സമാനമായ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. നേരത്തെ ശബരിമല മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ച സമഗ്രമായ ചർച്ചയാണ് ഒന്നാമത്തെ വേദിയിൽ നടക്കുന്നത് എങ്കിൽ മറ്റ് 2 വേദികളിൽ നടക്കുന്നത്, ഒന്ന് ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും ഒരു കാനന ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് തിരക്ക് നിയന്ത്രിക്കുക എന്നതാണ്. അത് ശാസ്ത്രീയമായി പരിഷ്കരിക്കേണ്ട നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുക, ഒപ്പം തന്നെ ശബരിമലയുടെ സുരക്ഷയും ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചയാണ് 2ാമത്തെ വേദിയിൽ നടക്കുക. മറ്റൊന്ന് ആഗോള ടൂറിസം, വിനോദ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി ശബരിമലയെ മാറ്റുകയും ഒപ്പം തന്നെ മറ്റ് ഇന്ത്യയിലെ വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഒരു തീർത്ഥാടന ശൃംഖലയുടെ ഭാഗമായി ശബരിമലയെ കൂടി മാറ്റുക എന്നതാണ്. അത് വിദേശത്ത് നിന്നടക്കമുള്ള പ്രതിനിധികൾ അവരുടെ നിരവധി നിർദ്ദേശങ്ങൾ ശബരിമലയുടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് PS പ്രശാന്ത് സിംഗപ്പൂരിലൊക്കെ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ അയ്യപ്പ ഭക്തന്മാരൊക്കെ തന്നെ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയും ഒപ്പം തന്നെ തീർത്ഥാടന ടൂറിസം എന്ന വലിയ സാധ്യതകളിലേക്ക് ശബരിമലയെ എങ്ങനെ മാറ്റി തീർക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ചർച്ചയാണ്. ശബരിമലയെ സംബന്ധിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ശബരിമലയുടെ പരിമിതികളാണ്. കാരണം ഒരു കാനന ക്ഷേത്രമാണ്. ആ കാനന ക്ഷേത്രത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പരിധിക്ക് നിന്നുകൊണ്ട് തന്നെയാണ് വികസനം പൂർത്തിയാക്കുക. ഒരു തീർത്ഥാടന സമയത്ത് മാത്രം തന്നെ ഏകദേശം 70 ലക്ഷത്തോളം വരുന്ന ഭക്തന്മാരാണ് ശബരിമലയിലെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചിട്ടയായി വന്ന് തീർത്ഥാടനം നടത്തി ശബരിമലയിൽ വന്ന് അയ്യപ്പനെ തൊഴുത് തിരിച്ചു പോകാനും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അടങ്ങുന്നതായിരിക്കും ഈ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. ഈ മാസ്റ്റർ പ്ലാനെ സംബന്ധിച്ച് അത് സ്പോൺസർമാരെ കണ്ടെത്തി സ്ഥിരമായി ശബരിമലയുടെ വികസനത്തിൻ്റെ
ഒരു ചാനൽ സൃഷ്ടിക്കുക എന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രതിനിധികൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടാകും. മുഖ്യമന്ത്രി കൃത്യം 9:30 തന്നെ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കൃത്യം 6 മണിക്ക് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിനിധികളൊക്കെ തന്നെ രാവിലെ തന്നെ തലേദിവസവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്ന് താമസിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് പമ്പയിലും എരുമേലിയിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ വന്ന് താമസിച്ച് അതിനുശേഷമാണ് രാവിലെ തന്നെ രജിസ്ട്രേഷൻ നടപടികൾക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. വിശാലമായ വേദിയാണ് ഒന്നാമത്തെ വേദി. ഈ വേദിയിൽ എല്ലാ പ്രതിനിധികൾക്കും വന്ന് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പ്രത്യേകം ക്ഷണിച്ച VIP-കളായിട്ടുള്ള പ്രതിനിധികൾക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ദേവസ്വം ബോർഡ് ക്ഷണിച്ച പ്രതിനിധികൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി ഒന്നാമത് വേദിയുടെ മുൻനിരയിൽ തന്നെ പ്രത്യേക കസേര സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന് മുൻപിലാണ് പ്രധാനപ്പെട്ട വേദി സജ്ജീകരിച്ചിട്ടുള്ളത്. ആ വേദിയിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ക്ഷണിക്കപ്പെട്ട അതിഥികളും പങ്കെടുക്കുക. എല്ലാ സമുദായ നേതാക്കളെയും ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. SNDP-യുടെ ജനറൽ സെക്രട്ടറി, NSS-ൻ്റെ വൈസ് പ്രസിഡൻറ്റ്, ഒപ്പം തന്നെ KPMS-ൻ്റെ ഭാരവാഹികൾ, അങ്ങനെ വിവിധ മേഖലകളിലുള്ള എല്ലാ ശബരിമല വിശ്വാസവുമായി പൂർണ്ണമായി വിശ്വാസികളായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള എല്ലാ വിദഗ്ധരെയും പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം വരുന്ന സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഉദ്യോഗസ്ഥ പ്രമുഖർ, അങ്ങനെയുള്ള വിപുലമായ ഒരു വിദഗ്ധരുടെ നിരയാണ് ഇന്നത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഭക്തന്മാരെ, ഈ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഭക്തന്മാരെ ഒരു സർക്കാർ അവരുടെ അഭിപ്രായങ്ങൾ ആരായുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഭാവി ശബരിമലയുടെ വികസനത്തെ സംബന്ധിച്ച് എന്തായിരിക്കണം ഭക്തന്മാർ അവരുടെ നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കുന്നത്, അവർക്ക് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള ആശയങ്ങളാണ് അവർക്കുള്ളത്, ആ ആശയങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ മുന്നോട്ട് വയ്ക്കാനും അത് അവരെ സർക്കാർ കേൾക്കുകയും ചെയ്യുന്നുവെന്നതാണ്. ഒരു വിശ്വാസി സമൂഹത്തെ അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു തുടക്കം സംസ്ഥാന സർക്കാർ, ഇടതു സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ അതിന് തയ്യാറാകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശ്വാസ സമൂഹത്തിന്, പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പനെ സ്നേഹിക്കുന്ന, ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വന്നുപോകുന്ന തീർത്ഥാടകരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഭാവി വികസനവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രവർത്തികളെ സംബന്ധിച്ചും അവർക്ക് തന്നെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനും അത് സംബന്ധിച്ച് ആ നിർദ്ദേശങ്ങൾ, ഗൗരവതരമായ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാസ്റ്റർ പ്ലാനിന് വിപുലമായി പദ്ധതി തയ്യാറാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതനുസരിച്ച് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ വിദഗ്ധരടങ്ങിയ ഒരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയായിരിക്കും ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ മോണിറ്റർ ചെയ്യുക. അതനുസരിച്ച് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനും ഒപ്പം തന്നെ ഈ വികസന പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിന് ശബരിമലയുടെ വികസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നാഴികക്കല്ലാവുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്ന, ദിശാബോധം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗോള അയ്യപ്പ സംഗമത്തിനാണ് ഇന്ന് ശബരിമല പമ്പ തീരം വേദിയാകുന്നത്. മനു.